ഈ സൈബർ തട്ടിപ്പുകളിൽ എങ്ങനെയാണ് സാധാരണക്കാരായവരും അല്ലാത്തവരും എല്ലാം പെടുന്നത് എന്ന് നമുക്കറിയണം. പെടാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, എത്രത്തോളം ജാഗ്രത പുലർത്തണം? അഖിലശ്രീ ചേരുന്നുണ്ട്. അഖിലശ്രീ, ഇത്തരത്തിൽ തട്ടിപ്പുകളിൽ പെടുന്നത് വളരെ എളുപ്പത്തിലാണ്. ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പുകളിൽ സാധാരണക്കാരൊക്കെ ചെന്ന് പെടുന്നത്? നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെ പെടാതിരിക്കാൻ? റോഷ്നി, പെടാതിരിക്കാൻ അനവധി മാർഗങ്ങളുണ്ട്. പ്രധാനമായും അജ്ഞാതരുടെ പേരിൽ വരുന്ന കോളുകൾ ഒന്നും തന്നെ നമ്മൾ സ്വീകരിക്കാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. പലപ്പോഴും ഇന്റർനെറ്റ് കോളുകളായിരിക്കും വരിക, ഇതിനോട് പ്രതികരിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് അനോണിമസ് ആയ നമ്പറിൽ നിന്ന് വരുന്ന ലിങ്കുകൾ തുറക്കാതിരിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോൺ ആപ്പിനെ പറ്റിയാണല്ലോ. അപ്പോൾ സൈബർ സെൽ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്നത് ലോൺ ആപ്പുകൾ കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പ് സംസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോൺ എടുക്കാതെ നമുക്ക് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാത്ത അവസ്ഥയിലുള്ളവരാണ് മലയാളികളിൽ അധികം പേരും. അതുകൊണ്ട് തന്നെ ലോൺ എടുക്കുന്നെങ്കിൽ ജെന്യുവിനായ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം നമ്മൾ ലോൺ എടുക്കുക. ഇനി ഇന്റർനെറ്റിൽ ഈ ലോൺ ആപ്പ് വഴി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് റീപേയ്മെന്റ് അവർ പിന്നെയും ചോദിക്കും. അതായത് നമ്മൾ ഒരു 5000 രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടവ് പലിശ ചേർത്ത് നമ്മൾ പണം അടച്ചു കഴിഞ്ഞാലും ഒരു പക്ഷേ അവർ പറയും നിങ്ങൾ അയച്ച നമ്പർ തെറ്റിപ്പോയി, ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വീണിട്ടില്ല, അതുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞാണ് പലപ്പോഴും ഈ ആപ്പുകാർ നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ നമുക്കും ഒരു സംശയം ഉണ്ടാകും, നമ്മൾ അയച്ച പണം പോയിട്ടില്ല എന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും പണം അയക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ലക്ഷക്കണക്കിന് രൂപ ആളുകളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജെന്യുവിനായ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ലോൺ എടുക്കാനാണ് സൈബർ സെൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അനോണിമസ് ആയ ഒരു നമ്പറിനോടും പ്രതികരിക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് ഒക്കെ ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ പേരിലും ഇവർ നമ്മൾ കോൾ ചെയ്യും. അതായത് എനിക്കൊരു 1000 രൂപ ആവശ്യമുണ്ട്, 2000 രൂപ ആവശ്യമുണ്ട്, തരാമോ എന്ന് ചോദിച്ച്. പക്ഷേ ഇതും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സുഹൃത്താണെങ്കിൽ നമുക്ക് അവരെ നേരിട്ട് കാണുകയോ അല്ലാതെയൊക്കെ വിളിച്ച് ചോദിക്കാമല്ലോ, നിങ്ങൾ എന്നോട് പൈസ ചോദിച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെ ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫേസ്ബുക്ക് വഴിയുള്ള കോളുകളോട് നമ്മൾ പ്രതികരിക്കുക. പിന്നെ ആദ്യം പറയുന്ന സൈബർ സെൽ ഉദ്യോഗസ്ഥർ പറയുന്ന മറ്റൊരു കാര്യം, വൺസ് നമ്മൾ തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന ആദ്യത്തെ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തട്ടിപ്പിന് ഇരയായി എന്ന് പറയും. അപ്പോൾ അത് ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഗൂഗിളിൽ ആദ്യം കാണുന്ന നമ്പറുകളൊക്കെ തന്നെ വ്യാജ വെബ്സൈറ്റുകളാകും. അതും തട്ടിപ്പ് വീരന്മാരായിരിക്കുമെന്നാണ് സൈബർ സെൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അവർ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം, ആദ്യം കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒരിക്കലും വിളിക്കരുത്, ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ നമ്മുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യരുത്. പകരമായി നമ്മൾ ചെയ്യേണ്ടത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ സെല്ലിലോ നേരിട്ട് പോയി നമ്മൾ തട്ടിപ്പിനിരയായ കാര്യം പറയുക എന്നതാണ് സൈബർ സെൽ ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും അനോണിമസ് ആയി വരുന്ന നമ്പറിൽ നിന്നുള്ള കോളുകൾ എടുക്കാതിരിക്കുക, അജ്ഞാത സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക, നമ്മുടെ ചിത്രം മോർഫ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങളെയൊക്കെ ശരിയാണ്. പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പ്രേക്ഷകരെ. അതായത് അറിയാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകളും മെസ്സേജുകളും ഒന്നും വിശ്വസിക്കാതിരിക്കുക. പണം ആവശ്യമുണ്ടാവും, പക്ഷേ കൃത്യമായ മാർഗങ്ങളിലൂടെ തന്നെ ആ പണം കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ്. വമ്പൻ സംഘങ്ങളാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. അതിൽ പെടാതിരിക്കുക, ജാഗരൂകരായിരിക്കുക എന്നൊരു മുന്നറിയിപ്പ് മാത്രമാണ് നൽകാനുള്ളത്.